സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിഷ് പ്രോഡക്ട്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് ടെക്നോളജി എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മേജറായിട്ട് നമ്മൾ ഫിഷിന്റെ കോമ്പോസിഷൻ നോക്കുമ്പോഴത്തേക്കും ഫിഷിൽ എന്താണ് മോയ്സ്ചർ, ക്രൂഡ് പ്രോട്ടീൻ, ക്രൂഡ് ഫാറ്റ്, മിനറൽസ് തുടങ്ങിയ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 60 മുതൽ 80% വരെ ഫിഷിന്റെ മോയ്സ്ചറാണ്. പിന്നെ മൈനർ കമ്പൗണ്ട് ആയിട്ട് ലൈക്കോജൻ, ഷുഗർ ഫോസ്ഫേറ്റ്, ന്യൂക്ലിയേറ്റഡ് തുടങ്ങിയ കാര്യങ്ങളും എല്ലാം എന്താണ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഫിഷിനെ ഒരു ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അതിനകത്ത് ട്രൈമീഥൈൽ അമിനോ ഓക്സൈഡ് ഉണ്ട്, വേരിയഡ് ലിക്വിഡ് കോണ്ടന്റ് ഉണ്ട്, ഹൈലി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ലോ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ഫുഡ് റിസോഴ്സ് ആയിട്ട് നമുക്ക് എന്താണ് ഇതിനെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെരിഷബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ്, വളരെ പെട്ടെന്ന് സ്പോയിലേജ് നടക്കുന്ന ഒരു കമ്മോഡിറ്റിയാണ്. സോ ഇതിനുള്ള റീസൺസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ട്രൈമീഥൈൽ അമിനോ ഓക്സൈഡ് പോലുള്ള കോമ്പൗണ്ടുകൾ ഹൈ എമൗണ്ട് ഉള്ളതും അതുപോലെ എന്താണ് ഹൈലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ് കോമ്പൗണ്ടുകൾ കൂടുതലുള്ളതും, നോൺ പ്രോട്ടീൻ നൈട്രോജനിയസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉള്ളത്, കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് വളരെ കുറവാണ്. അതുപോലെ എന്താണ് pH, ലോ പോസ്റ്റ്മോർട്ടം pH, ഡെഡ് ആയി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കണ്ടീഷനിലേക്ക് വളരെ പെട്ടെന്ന് pH ഡ്രോപ്പ് ഔട്ട് ആവുകയും ആട്ടോളൈസിസ് ഇത് ചെയ്യുകയും ചെയ്യും. ഇപ്പം ബാക്ടീരിയൽ ഡീഗ്രഡേഷനും ആട്ടോളൈസിസ് ഒക്കെ വളരെ പെട്ടെന്ന് ഇൻക്രീസ് നടക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് എന്താണ് മേജറായിട്ടും സ്പോയിലേജ് ആകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവേഷൻ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്. അതിന് മേജറായിട്ട് ചെയ്യുന്നതാണ് ക്യൂറിങ്, സാൾട്ടിങ്, ഡ്രൈയിങ്, സ്മോക്കിങ് തുടങ്ങിയവ. അതുപോലെ ഇപ്പം ചില്ലിങ്, ഫ്രീസിങ് പോലെ നമ്മൾ തണുപ്പിക്കുന്നു. അതുപോലെ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ മാറ്റുന്നു. അപ്പോൾ എന്താണ് നോർമൽ നാച്ചുറൽ കണ്ടീഷനിൽ നിന്നും എന്താണ് വാക്യൂം പോലുള്ള പാക്കേജിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. ദെൻ ക്യാനിങ് ആൻഡ് റിട്ടോർട്ട് പൗച്ച് പാക്കേജിങ് എന്ന് പറയുന്നത് റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നു. ദെൻ ബോയിലിംഗ്, തിളപ്പിക്കുന്നു. ദെൻ ഫെർമെന്റേഷൻ, മാരിനേഷൻ, ഫ്രീസ് ഡ്രൈയിങ് പോലുള്ള മെത്തഡോളജീസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിനും ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചില്ലിങ് എന്ന് പറയുന്നത് നിയർലി 0°C ലോവർ ചെയ്യുന്നു. ഫ്രീസിംഗ് എന്ന് പറയുന്നത് എന്താണ്? സബ്-സീറോ ലെവലിലേക്ക് ടെമ്പറേച്ചറിനെ കൊണ്ടുവരുന്നു. ഇത് രണ്ടും എന്താണ് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിനെ ലോവേഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ബാക്ടീരിയൽ ആക്ടിവിറ്റീസും ഓട്ടോളൈസിസും തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും എല്ലാം സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിനടുത്തത് ക്യൂറിംഗ് ആണ്. ക്യൂറിംഗ് എന്ന് പറയുന്നത് മേജറായിട്ട് എന്താണ്? അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അത് സാൾട്ട് ആഡ് ചെയ്തതിനു ശേഷം ഓസ്മോസിസ് വഴി അതിനകത്ത് വാട്ടർ ആക്ടിവിറ്റി കുറയ്ക്കുക. അല്ലാതെ പിന്നെ എന്താണ് സ്മോക്കിംഗ് ചെയ്യുന്ന സമയത്ത് മൈൽഡായിട്ടുള്ള ഹീറ്റ് കൊടുത്ത് എന്താണ് വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുക. അതോടൊപ്പം ഫീനോൾസ് പോലുള്ള കോമ്പൗണ്ട്സുകൾ എന്താണ് ഈ ഫിഷ് ആ കമ്മോഡിറ്റിയുടെ പുറത്തേക്ക്, ആ പ്രൊഡക്റ്റിന്റെ പുറത്തേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും അതെന്താണ് ഒരു ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി കാണിക്കപ്പെടുകയും ചെയ്യും. ദെൻ മാപ്പ് എന്ന് പറയുന്നത് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ് ആണ്. ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്താണ് ഗേഷ്യസ് സ്റ്റേജ് എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്തുകൊണ്ട്, അതായത് ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജനൊക്കെ ഫുൾ റിമൂവ് ചെയ്ത് എയർ ഫുൾ റിമൂവ് ചെയ്തുകൊണ്ട് ഇനർട്ട് ഗ്യാസസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വാക്യൂം പാക്കേജിങ് ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളെന്താണ് ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനോടെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെന്താണ് മാപ്പ് എന്ന് പറയുന്നതിൽ ചെയ്യുന്നത്. അതുപോലെ അടുത്തത് പറയുന്നത് റേഡിയേഷൻ എന്ന് പറയും. റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് DNA ടിഷ്യൂ സെൽസിനെ ഡാമേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പതോജനിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റേഡിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ ക്യാനിങ് ആൻഡ് റീട്രോട്ട് പൗച്ചിങ് എന്താണ് ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിമിറ്റഡ് ടൈമിലേക്ക് കൊടുക്കും. ഏകദേശം 121°C ഏകദേശം 30 സെക്കൻഡ് സമയത്തേക്ക് കൊടുത്തുകൊണ്ട് എന്താണ് ക്യാൻ ചെയ്ത പ്രൊഡക്റ്റിനെയൊക്കെ നമ്മൾ എന്താണ് ഇത്ര ഹൈ ഹീറ്റ് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള മൈക്രോ ഓർഗൻസ് എല്ലാം ഡെഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ദെൻ മാരിനേറ്റിംഗ്, pH റെഡ്യൂസ്, ആസിഡ് സാൾട്ട് പോലുള്ള കോമ്പൗണ്ടുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് pH റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ദെൻ ബോയിലിംഗ്, ഹീറ്റ് അപ്ലൈ ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ദെൻ മാരിനേഷൻ, സാൾട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് മാരിനേറ്റ് ചെയ്യുക. അതുപോലെ എന്താണ് ഫ്രീസ് ഡ്രൈയിങ്, സബ്ലിമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഫ്രീസ് ഡ്രൈയിങ്, അതായത് തണുപ്പിച്ചുകൊണ്ട് എന്താണ് അതിനുള്ള വാട്ടർ കണ്ടന്റിനെ ഫുള്ളായിട്ട് ഡ്രൈ ചെയ്ത് റിമൂവ് ചെയ്യുക തുടങ്ങിയ പ്രോസസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഫിഷ് പ്രിസർവേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്ത് എന്താണ് വളരെ കോമ്പൗണ്ട് സീസണലായിട്ട് മാത്രം കിട്ടിയിരുന്ന ചില കമ്പൗണ്ടുകൾ നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് നശിച്ചു പോവുകയും അത് ദീർഘകാലത്തേക്ക് പ്രിസർവ് ചെയ്യേണ്ട ആവശ്യം വരികയും ചെയ്തപ്പോഴത്തേക്കാണ് നമ്മുടെ പ്രോസസ്സിങ് പ്രിസർവേഷൻ നമ്മൾ ഉപയോഗിച്ചത്. ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ പെട്ടെന്ന് സ്പോയിലായി പോകുന്ന ഒരു കമ്മോഡിറ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ പിടിക്കുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ സ്പോയിലേജ് പ്രോസസ്സ് തുടങ്ങും. സോ നമ്മളെന്താണ് പ്രിസർവേഷന് പല മെത്തഡോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് പ്രിസർവ് ചെയ്യുന്നു, ഇപ്പോൾ ഫ്രൂട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിൽ അല്ലെങ്കിൽ മീറ്റ് പ്രൊഡക്റ്റ്, മറ്റ് മീറ്റ് ആണെങ്കിൽ ഇത് എന്താണ് ചെയ്യുന്നത്? ആ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ്, നമ്മൾ ഏത് സ്റ്റോറേജ്, കോൾഡ് സ്റ്റോറേജ് ആണോ അല്ലാത്തതാണോ തുടങ്ങിയ കാര്യങ്ങൾ, റൂം ടെമ്പറേച്ചർ ആണോ തുടങ്ങിയ കാര്യങ്ങൾ, പാക്കേജിംഗ് മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, എത്ര കോസ്റ്റ് ചിലവാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് നമ്മളെന്താണ് ഏത് പ്രിസർവേഷൻ മെത്തഡോളജി യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ സാൾട്ടിങ് ആണ്. സാൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പെൻസീവ് ആണ്, ചീപ്പാണ്. നമ്മളെന്താണ് ഉപ്പ് ഉപയോഗിക്കുന്നത്, നമ്മൾ കോമൺ സാൾട്ട്, എഡിബിൾ ആയിട്ടുള്ള സാൾട്ട് യൂസ് ചെയ്യുന്നു. എനർജി ഒന്നും ആവശ്യമില്ല.
നമ്മളെന്താണ് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ലോങ് സ്റ്റോറേജ് ലൈഫ് ഉണ്ട്, വളരെ കാലം എന്താണ് നമുക്ക് ഉപ്പിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. ന്യൂട്രീഷൻ വാല്യൂവിൽ കാര്യമായ ചേഞ്ചസ് ഒന്നും വരത്തില്ല. ദെൻ ഡ്രൈയിങ് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. നമ്മളെന്താണ് നമുക്ക് എനർജി ഒന്നും ആവശ്യമില്ല, സോളാർ സൺലൈറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കെന്താണ് റൂം ടെമ്പറേച്ചറിലും ഇതും സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്വാളിറ്റിയിലോ ന്യൂട്രീഷൻ വാല്യൂവിലോ ഒന്നും കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. ദെൻ സ്മോക്കിംഗ് എന്താണ് നമുക്ക് ചെറിയ ഫ്യൂവൽ ആവശ്യമായിട്ടുണ്ട്, എനർജി ആവശ്യമായിട്ടുണ്ട്, ഇൻഎക്സ്പെൻസീവ് ആണ്. ചെറിയ ഇക്വിപ്മെന്റ്സ് ഒക്കെ ആവശ്യമാണ്, കാരണം ഇത് ഹീറ്റ് ചെയ്യാനുള്ള ഇത് വയ്ക്കാനുള്ള പ്ലാറ്റ്ഫോം ഒക്കെ ആവശ്യമാണ്. ന്യൂട്രീഷൻ വാല്യൂകളൊന്നും കാര്യമായ ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. ദെൻ ഫെർമെന്റേഷൻ വളരെ ചീപ്പായിട്ടുള്ള ടെക്നോളജിയാണ്, എനർജി ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും മോഡലും എന്താണ് ചേഞ്ചസ് ഉണ്ടാവും. സ്റ്റോറേജ് എന്താണ് നമ്മൾ ചെയ്ത് കിട്ടുന്ന ഫെർമെന്റഡ് പ്രൊഡക്റ്റിന്റെ ക്യാരക്ടർ അനുസരിച്ച് നമുക്ക് വേരി ചെയ്തിരിക്കും. ചിലത് എന്താണ് വളരെ കാലം ചോറ് സ്റ്റോർ ചെയ്യാൻ പറ്റും, ചിലത് വളരെ കുറച്ച് കാലം മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. ദെൻ മാരിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, നമ്മളതിനകത്ത് സാൾട്ടോ മറ്റേ നമ്മളെന്താണ് സ്പൈസസോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇതിന് കുറച്ച് ഫ്ലേവറോ ഓർഡറോ ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ലിമിറ്റഡ് ഷെൽഫ് ലൈഫ് ആയിരിക്കും, ഒരു സെമി കൺസെപ്റ്റ് മെത്തഡോളജി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ഹൈജീനും ഹൈ ഗ്രേഡ് മെറ്റീരിയൽസും യൂസ് ചെയ്തിരിക്കണം. ഇത് അധികകാലം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ സാൾട്ടിങ്ങിൻ്റെയും ഡ്രൈയിൻ്റെയൊക്കെ തിയറി എന്ന് പറയുന്നത് എന്താണ്, എഡിബിൾ സാൾട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. സാൾട്ട് ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് മാക്സിമം അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോ ഓർഗാനിസത്തിന് ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസ് മാക്സിമം ഡിലേ ചെയ്യുന്നു. അടുത്ത ഡീഹൈഡ്രേഷനാണ്. ഡ്രൈയിങ് എന്ന് പറയുന്നത് സൺ ഡ്രൈയിങ്, നമ്മൾ ഉണക്കി സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോഴെന്താണ് സോളാർ എനർജി യൂസ് ചെയ്തുകൊണ്ട് വാട്ടർ കണ്ടന്റ് അതിനകത്ത് നമ്മൾ എവാപ്പറേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അടുത്ത ഡീഹൈഡ്രേഷൻ വരുമ്പോഴത്തേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടീഷനിലും എയർ വെലോസിറ്റിയിലും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലും ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ ഡീഹൈഡ്രേഷൻ ചെയ്യുക. അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നതിന് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ചേമ്പറുകളും എൻക്ലോസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഓപ്പറേഷൻ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. സാൾട്ടിങ് എന്ന് പറയുന്നത് ട്രൈ സാൾട്ടിങ്, കെഞ്ച് സാൾട്ടിങ് എന്ന് പറയുന്ന 2 രീതിയുണ്ട്. ട്രൈ സാൾട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റലൈൻ സാൾട്ട് എടുക്കുന്നു, നമ്മൾ ലെയർ ആയിട്ട് ഫിഷ് സാൾട്ട് ഇടുന്നു. അതിനുശേഷം ഈ ഫിഷിലുള്ള വാട്ടർ കണ്ടന്റ് പൂർണ്ണമായിട്ടും അതിനകത്തേക്ക് സാൾട്ടിലേക്ക് എടുത്തിട്ട് സാൾട്ട് ബ്രൈൻ സൊല്യൂഷൻ ആയിട്ട് മാറുന്നു. അതിനകത്ത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിനെടുത്ത് ട്രൈ ചെയ്തെടുക്കുന്നു. കെഞ്ച് സാൾട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെയാണ് ഫിഷിനെ സ്റ്റോർ ചെയ്യുന്നത്, സാൾട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ വരുന്ന ബ്രൈൻ സൊല്യൂഷൻ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയുകയാണ്. ബ്രൈൻ സൊല്യൂഷൻ ആയിട്ടായിരിക്കത്തില്ല അപ്പോഴതിനകത്ത് ഫിഷ് ഉണ്ടായിരിക്കുന്നത്. സാൾട്ട് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സാൾട്ട് തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം ഡിസോൾവ് ആകുന്നതാണ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിനടുത്ത് ബ്രൈൻ സാൾട്ടിങ് എന്ന് പറയുന്നത് ബ്രൈൻ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫിഷിനെ ഇമേഴ്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഇത്ര കോൺസെൻട്രേഷൻ ഉള്ള ബ്രൈൻ സൊല്യൂഷന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് മേജറായിട്ട് ക്യാനിങ്ങിനും സ്മോക്കിങ്ങിനും ഒക്കെ പ്രിലിമിനറി സ്റ്റെപ്പായിട്ടാണ് ഈ പറയുന്ന ബ്രൈൻ സാൾട്ടിങ് ചെയ്യുന്നത്. ദെൻ മിക്സഡ് സാൾട്ടിങ് എന്ന് പറയും, ഇത് പിക്കിൾ സാൾട്ടിങ് എന്ന് പറയും. അതായത് ലാർജ്ലി ഓയിലി ആയിട്ടുള്ള വലിയ ഫിഷസ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ മിക്സഡ് സാൾട്ടിങ് ചെയ്യുന്നത്. ഇത് ബ്രൈൻ സാൾട്ടിങ് ചെയ്തതിനോടൊപ്പം അതിനകത്ത് നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും, എക്സ്ട്രാ സാൾട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ബ്രൈൻ സൊല്യൂഷനിലേക്ക് നമ്മൾ വീണ്ടും ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സാൾട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും, സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും എക്സ്ട്രാ ലെയർ ആയിട്ട്. അടുത്തത് ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡ്രൈയിങ്, അതായത് നമ്മുടെ സൺലൈറ്റ് ഉപയോഗിച്ചാണ്, സോളാർ എനർജി, വിൻഡ് എനർജി യൂസ് ചെയ്തുകൊണ്ട് ഡ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനകത്ത് മാക്സിമം 40 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ എടുക്കും. നമ്മുടെ സൺലൈറ്റിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ഹ്യൂമിഡിറ്റി ആയിരിക്കും, ഏകദേശം 75% വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ സാധാരണ റൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ വെച്ച് നമ്മൾ ഉണക്കിയെടുക്കുന്നു എന്ന് പറയുന്നത്. ദെൻ മെക്കാനിക്കൽ ഡ്രൈയിങ് ആണ്. മെക്കാനിക്കൽ ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 രീതിയിലുണ്ടല്ലോ. ഹോട്ട് എയർ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്നു, അതുപോലെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സോളിഡ് സർഫസ് വെച്ചിട്ട് ആ സർഫസ് ഹീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 2 രീതിയിലാണ് മെക്കാനിക്കൽ ഡ്രൈയിങ് ചെയ്യുന്നത്. ഇത് മെക്കാനിക്കൽ ഡ്രൈയിങ്ങിൽ ഈ ഹോട്ട് ഗ്യാസ് ചെയ്തുകൊണ്ടുള്ള എയർ അല്ലെങ്കിൽ ഗ്യാസ് ഹോട്ടായിട്ടുള്ളത് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഡ്രൈയിങ് ഒരു 2-3 തരത്തിലുണ്ട്. അതിനകത്ത് ആദ്യത്തെ ക്യാബിനറ്റ് ഡ്രൈ എന്ന് പറയും. ക്യാബിനറ്റ് ഡ്രൈയർ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ അല്ലെങ്കിൽ നോൺ ഇൻസുലേറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും. അതിനകത്തേക്ക് ഒരു ഫാൻ യൂസ് ചെയ്തുകൊണ്ട് ഹോട്ട് എയർ, ഒരു ഹീറ്റ് സോഴ്സ് കാണും, അതിനകത്തേക്ക് എയർ ബ്ലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹീറ്റ് സോഴ്സിൽ വെച്ച് ഈ എയർ ഹീറ്റായിട്ട് അതകത്തേക്ക് പോയി ഈ ഹോട്ടഡ് എയറിനകത്തിരുന്ന് അത് ഡ്രൈ ആയി വരികയും ചെയ്യും. ദെൻ കിൻ ഡ്രയർ എന്ന് പറയുന്നുണ്ട്. ഇതൊരു 2 സ്റ്റോറി ബിൽഡിംഗ് പോലെ ആയിരിക്കും. മുകളിലത്തെ തട്ടിൽ ബാച്ചായിട്ട് നമുക്ക് പറ്റും, നമുക്ക് എന്താണോ ഡ്രൈ ചെയ്തെടുക്കേണ്ടത് ആ മെറ്റീരിയൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാം. പിന്നെ താഴെ ഒരു ഫർണസോ അല്ലെങ്കിൽ ബർണറോ കാണാം. അവിടെ ഹോട്ട് ഗ്യാസ് നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് ഹോട്ട് ഗ്യാസ് മുകളിലേക്ക് വിട്ടു കൊടുക്കും. ദെൻ ടണൽ ഡ്രയർ എന്ന് പറയുമ്പോൾ കോമൺലി ഫിഷ് ഡ്രൈയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു 10-15 മീറ്റർ നീളമുള്ള ഒരു ടണലായിരിക്കും. ഇതിനകത്ത് ട്രെയിൽ ഫിഷസിനെ കൊണ്ടുവയ്ക്കുകയും ഇതിൻ്റെ ടണലിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഹോട്ട് എയർ ബ്ലോ ചെയ്ത് വിടുകയും ചെയ്യും. ഇത് കൊമേഴ്ഷ്യൽ സ്കെയിലൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ടണൽ ഡ്രയർ ഒക്കെ ഉള്ളത്.
ഇതിൽ സ്പ്രേ ഡ്രയർ ഉണ്ട്. ഇത് ലിക്വിഡ് ഫുഡിനെയൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ എന്താണ് ഹോട്ട് എയർ പോകുന്നതിലേക്ക് നമ്മൾ എന്താണ് ഈ പറയുന്ന ലിക്വിഡ് ആയിട്ടുള്ള സസ്പെൻഷൻ ഫോമിലുള്ളത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതിനെന്താണ് ഹീറ്റാക്കി എടുക്കുകയും ചെയ്യും. ദെൻ സോൾ സർഫറേസ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് ഡ്രം ഡ്രയർ, വാക്വം ഷെൽഫ് ഡ്രയർ എന്നുള്ള 2 രീതിയിലുള്ളതുണ്ട്. പിന്നെ അത് ഡ്രം ഡ്രയർ വരുമ്പോഴത്തേക്കും നമ്മളെന്താണ് ഫ്ലൂയിഡ് മെറ്റീരിയലൊക്കെ ചെയ്യാൻ വേണ്ടി അതിനകത്തൊരു ഡ്രം ഉണ്ടായിരിക്കും. അതിന് പുറത്തേക്ക് മെറ്റീരിയൽ തിൻ ഫിലിമായിട്ട് ആഡ് ചെയ്യും. സ്റ്റീം നമ്മൾ ആ ഡ്രമ്മിലേക്ക് കടത്തിവിടും. അപ്പോൾ എന്താണ് ആ ഡ്രം ഹീറ്റ് ആവുന്നതിനനുസരിച്ച് എന്ത് പറ്റും, ഈ പറയുന്ന ആ ഫിലിമായിട്ടുള്ള സബ്സ്റ്റൻസിലുള്ള വാട്ടർ ഫുൾ വേപ്പറൈസ് ചെയ്തിട്ട് അതെന്താണ് ഡ്രൈ ആയി കിട്ടും. ദെൻ വാക്വം ഷെൽഫ് ഡ്രയർ എന്ന് പറയും. ഇതിൽ വാക്വം ചേമ്പർ ആയിരിക്കും. അതിനകത്തൊരു ഗ്യാസ് വേപ്പറൈസ് ആയിട്ടുള്ള ഗ്യാസ് പുറത്ത് പോകാനുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരിക്കും. അതിനകത്ത് വെച്ച് ഹീറ്റ് സോഴ്സ് കൊടുക്കും. അപ്പോൾ അതിനകത്തുള്ള കമ്പൗണ്ട് എന്താണ് വാക്വം കണ്ടീഷനിൽ തന്നെ എന്താണ് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് പോകും. ഈ സാൾട്ടഡ് ഫിഷസ് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈഡ് ഫിഷസ് എല്ലാം പ്രിസർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടി എന്താണ് സ്പോയിൽ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പോയിലേജ് ആണ് പിങ്ക് ഓർ റെഡ് എന്ന് പറയുന്നത് സാൾട്ടഡ് ഫിഷിൽ കണ്ടുവരുന്നതാണ്. ഇത് ഹോട്ട് ആയിട്ടുള്ള വെതർ കണ്ടീഷൻ, വാം വെതർ കണ്ടീഷനിൽ ഒരു റെഡിഷ് സ്ലൈംസ് ഈ പറയുന്ന സാൾട്ടഡ് ഫിഷസിന്റെ പുറത്ത് വരുന്നതിനെയാണ് നമ്മൾ എന്താണ് പിങ്ക് ഓർ റെഡ് എന്ന് പറയുന്നത്. ഇത് എന്താണ് ഒരു ഹാലോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയസ് ഉണ്ടാക്കുന്നതാണ്. അതായത് സാൾട്ട് ലിവിങ് ബാക്ടീരിയസ് ഉണ്ടാകുന്നതാണ്. ഇത് എന്താണ് ലോ ടെമ്പറേച്ചർ സ്റ്റോർ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഹാലോബാക്ടീരിയം സാലിനേറിയ, സാർസിന മൊറയ അല്ലെങ്കിൽ സാർസിന ലിറ്റോറാലിസ്, മൈക്രോകോക്കസ് റീസെറ്റ്സ് ഒക്കെ പറയുന്ന കുറച്ച് ബാക്ടീരിയസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് മോൾഡ് എന്ന് പറയുന്നത് എന്താണ് ഫംഗസ് ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ, അതായത് ഹ്യൂമിഡ് കണ്ടീഷൻസ് കൂടുമ്പോൾ, മോയ്സ്ചർ കണ്ടന്റ് കൂടുമ്പോഴത്തേക്കാണ് എന്താണ് ഈ പറയുന്ന പിങ്ക് അല്ലെങ്കിൽ റെഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്താണ് ഒരു ബ്ലാക്കിഷ് കളറ്, ഒരു നമ്മൾ പെപ്പർ സ്പ്രേ ചെയ്ത പോലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് എന്ത് പറ്റും ഈ പറയുന്ന ഇതിന്റെ പുറത്തൊക്കെ വരും. അപ്പോൾ ഇതിന് നമ്മൾ മേജറായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോ ടെമ്പറേച്ചറിൽ ഗുഡ് ക്വാളിറ്റി സാൾട്ട് യൂസ് ചെയ്യുക, ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ വഴി നമുക്ക് എന്താണ് മോൾഡ് ഒഴിവാക്കാൻ പറ്റും. ദെൻ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഫിഷസിൽ എന്താണ് മൈക്രോ ഓർഗാനിസത്തിന്റെ എയറോബിക് ആക്ടിവിറ്റി മൂലം ഇതിന് പുറത്തൊരു സ്ലൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ എന്താണ് ബ്രൈൻ സൊല്യൂഷനിൽ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരി കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാപ്പോണിഫിക്കേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ പ്യൂട്രിഫാക്റ്റീവ് സ്പോയിലേജ്, ഇത് നമ്മൾ സാൾട്ടിങ് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പേ ഫിഷ് സ്പോയിൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ബാക്ക് ബോൺ സൈഡിലേക്ക് എന്തുകൊണ്ട് ഫിഷ് മീറ്റിന് എന്താണ് ഒരു ഓഫൻസീവ് ഓർഡർ ഉണ്ടാവുകയും ഒരു റെഡ് ആൻഡ് അല്ലെങ്കിൽ ടാൻഡ് കളറേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇതിന് നമ്മൾ എന്താണ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫ്രഷ്ലി കോട്ട് ഫിഷസിന് യൂസ് ചെയ്യുക, പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യുക. അതുപോലെ എന്താണ് പ്രീ സാൾട്ടിങ് ഓപ്പറേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യുക തുടങ്ങിയ വഴി നമുക്ക് എന്ത് പറ്റും ഈ സ്പോയിലേജ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മാഗോട്ടിന്റെ ഇൻഫെസ്റ്റൻ, ഇത് നമ്മൾ അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തേക്ക് നമ്മൾ ഹൗസ് ഫ്ലൈസ് ഒക്കെ വന്നിട്ട് മുട്ടയിടും. അത് നമ്മൾ എന്താണ് ഹൈജീനിക് ഓപ്പറേഷൻ വഴി നമുക്ക് എന്ത് പറ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ റസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സാർഡൻ, മാക്രൽ പോലുള്ള ഫിഷസിൽ, ഓയിലി ആയിട്ടുള്ള ഫിഷസിൽ എന്താണ് ഓക്സിഡേഷൻ നടന്നിട്ട് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് ചേർന്നുകൊണ്ട് ഓക്സിഡേഷൻ നടന്നിട്ടാണ് ഈ റസ്റ്റ്, അതായത് അയൺ റസ്റ്റ് ചെയ്യുന്ന തുരുമ്പണക്കുള്ള ഒരു സബ്സ്റ്റൻസ് ഫിഷിന്റെ പുറത്തൊക്കെ വന്നിരിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഓക്സിജനെ അതിലേക്ക് കടക്കാത്ത രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് പാക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റസ്റ്റ് ഒഴിവാക്കാം. ദെൻ വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് കാൽസ്യത്തിന്റെ മഗ്നീഷ്യത്തിന്റെ ഒക്കെ സാൾട്ട് ഇതിന്റെ ഫ്ലഷിൽ ഇരുന്നുകൊണ്ടെന്നാണ് വൈറ്റിഷ് കളർ ഉണ്ടാക്കുന്നതാണ്. ഇതും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും മേജറായിട്ടും കീലേറ്റിംഗ് ഏജൻസ് എന്തെങ്കിലും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ പോലുള്ള സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക തുടങ്ങിയ വഴി നമുക്ക് അങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ദെൻ ഫ്രാഗ്മെന്റേഷൻ, ഇത് വളരെ ക്യൂർഡ് ചെയ്ത് ഡ്രൈഡ് ആയിട്ടുള്ള ഫിഷാണ്. അതുകൊണ്ട് ഇതിന് വളരെ ബ്രിട്ടിലായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ്റെ സ്റ്റോറേജിൻ്റെ ഒക്കെ സമയത്ത് ഇത് ബ്രേക്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണ് ഒരു കൺസ്യൂമറിന് ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാനുള്ള കാരണമായി മാറും. ദെൻ ഡ്രൈഡ് ഫിഷിൽ വരുന്ന സ്പോയിലേജുകളാണ്. അപ്പോൾ അതിലും മേജറായിട്ട് ഇൻസെക്റ്റിൻ്റെ ഇൻഫെസ്റ്റേഷൻ, അതുപോലെ മോൾഡ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതും അതിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് പറ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സാൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെക്റ്റ് ഇൻഫെസ്റ്റേഷൻ കുറയ്ക്കാം. ലോ ടെമ്പറേച്ചറിൽ എന്താണ് സർഫസ് മോയ്സ്ചറിൻ്റെ കണ്ടന്റ് കുറച്ചുകൊണ്ട് നമുക്ക് മോൾഡ് റെഡ്യൂസ് ചെയ്യും. ഇതിനടുത്തത് റാൻസിഡിറ്റി എന്നാണ്. ഇത് എന്താണ് ഒരു റാൻസിഡ് ഫ്ലേവർ ഉണ്ടാകും. ഇത് ഫാറ്റി ഫിഷസിൽ ഉണ്ടാകുന്നതാണ്. എയർ ടൈറ്റ് പാക്കേജിങ് വഴി ചെയ്യാൻ പറ്റും. അതായത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നാണ് ഓക്സിഡേഷൻ നടന്നിട്ട് ഒരു ബാഡ് സ്മെൽ ഉണ്ടാകുന്നത്. സോ ഇത് ഇന്ത്യയിലുള്ള ക്വാളിറ്റി ഇന്ത്യൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഓരോ ഡ്രൈഡ് ഫിഷിലും ക്യൂവേഡ് ആയിട്ടുള്ള ഫിഷിലും ഉണ്ടായിരിക്കേണ്ട മോയ്സ്ചർ കണ്ടന്റും അതിനകത്തുണ്ടാകുന്ന സാൾട്ട് കണ്ടന്റും അതോടൊപ്പം എന്താണ് ആസിഡ്സ് ഇൻസോൾബിൾ ആഷ് കണ്ടന്റും, അതായത് മാക്സിമം എന്താണ് ഫ്രീ ബേസിസിലുള്ള എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ള ലിമിറ്റാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇതൊന്നും ചോദിക്കാൻ സാധ്യതകളല്ല. എന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചേക്കുന്നത്. ദെൻ പ്രിസർവേഷൻ, സ്മോക്കിംഗ് വഴിയുള്ള പ്രിസർവേഷൻ. സ്മോക്കിങ്ങിന്റെ തിയറി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും എന്താണ് സ്മോക്ക് വരും. സ്മോക്ക് ഫ്ലഷിലേക്ക് വരിക, സ്മോക്കിലുള്ള പാർട്ടിക്കിൾസ് ഇത് അബ്സോർബ് ചെയ്തെടുക്കുകയും അതിനെന്താണ് ഒരു പ്രിസർവേഷൻ എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം സ്മോക്ക് എന്താണ് ഹീറ്റഡ് ആയിട്ടാണ് വരുന്നത്. അത് അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻസിന് എന്താണ്
ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുകയും മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുകയും ഡ്രൈ ആയി വരികയും ചെയ്യും. ഇത് രണ്ടുമാണ് സ്മോക്കിങ്ങിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അബ്സോർബ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്താണ് ടേസ്റ്റിലും അതുപോലെ കളറിലൊക്കെ എന്താണ് ഒരു ചേഞ്ചസ് ഉണ്ടാകും. മേജറായിട്ടും വുഡാണ് നമ്മൾ എന്താണ് സ്മോക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വാട്ടർ ആഷും ഉണ്ടായിരിക്കും. കമ്പസ്റ്റബിൾ നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് എന്താണ് ഈ വുഡിൽ ഉണ്ടായിരിക്കും. ആരോമാറ്റിക്കും ആലിഫാറ്റിക്കും ആയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ, വാട്ടർ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ തുടങ്ങിയ എല്ലാ കോമ്പൗണ്ടുകളും എന്താണ് സ്മോക്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ വുഡിന് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് ബെൻസോപൈറിൻ 3,4 ബെൻസോപൈറിൻ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട് ഉണ്ട്, ആരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ട്. ഇതെന്താണ് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ്. അപ്പോൾ അത് ട്യൂമർ കോസ് ചെയ്യാനുള്ള സാധ്യത. ഇത് സ്മോക്ക് ഹൗസിന്റെ ഒരു മോഡലാണ്. വെന്റിലേഷൻ മോഡലിൽ താഴെ എന്താണ് നമ്മൾ എങ്ങനെയാണ് മീറ്റ് ഫ്ലഷ് ഒക്കെ ഇതേപോലെ സ്റ്റോർ ചെയ്യും. ഷെൽഫ്സ് ഉണ്ട്. താഴെ നമ്മൾ ഒരു ഹീറ്റ് സോഴ്സ് വഴി നമ്മൾ തന്നെ എയർ ഫ്ലോ കൊടുക്കും. ദെൻ അടുത്തത് ഹർഡിൽ ടെക്നോളജി. ഹർഡിൽ ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ പ്രിസർവേഷന് വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് ചില ഹർഡിൽ എന്ന് പറയുന്നത് തടസ്സങ്ങളാണ്. മൈക്രോബിയൽ ഗ്രോത്തിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്ന കുറച്ച് പ്രിസർവേറ്റീവ് ഫാക്ടേഴ്സിനെ അവിടെ ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സിന് എപ്പോഴും എന്താണ് ഫ്രഷ് ഫുഡിനോട് എപ്പോഴും ഒരു താല്പര്യം കാണും. അപ്പോൾ എന്തൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് ലോങ് ടൈം സ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രഷ് ലൈക്ക് ആയിട്ടുള്ള സാധനങ്ങളോട് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണും. അതുകൊണ്ട് എന്താണ് മൈൽഡ് പ്രിസർവേഷൻസ് മാത്രമേ നമുക്ക് എപ്പോഴും സാധ്യതയാകത്തുള്ളൂ. സോ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ റെഫ്രിജറേഷൻ, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ്, ബയോ പ്രിസർവേഷൻ തുടങ്ങിയ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു ഡിഫിക്കൽട്ടി ടാസ്ക് ആണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഹർഡിൽ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, ലോ വാട്ടർ ആക്ടിവിറ്റി, അസിഡിറ്റി, ലോ റിഡോക്സ് പൊട്ടൻഷ്യൽ, മൈക്രോ ഓർഗാനിസംസിനെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റ് ഓർഗാനിസംസ് യൂസ് ചെയ്യുക, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഹർഡിൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഫിസിക്കൽ ഹർഡിൽസ്, മൈക്രോബിയൽ ഡിറൈവ്ഡ് ഹർഡിൽസ്, ഫിസിക്കോ കെമിക്കൽ ഹർഡിൽസ്, മിസ്ലേനിയസ് ഹർഡിൽസ്, അങ്ങനെ 4 തരത്തിലുണ്ട്. ഫിസിക്കൽ ഹർഡിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ടെമ്പറേച്ചർ, സ്റ്റെറിലൈസേഷൻ, പാസ്ചറൈസേഷൻ, ബ്ലാഞ്ചിങ് പോലുള്ള കാര്യങ്ങൾ. ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ ചില്ലിങ്, ഫ്രീസിങ് പോലുള്ള കാര്യങ്ങൾ. ദെൻ അൾട്രാവയലറ്റ് റേഡിയേഷൻ, ദെൻ അയണൈസിങ് റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് എനർജി യൂസ് ചെയ്യുന്നത്, മൈക്രോവേവ്സ് എനർജി, റേഡിയോ ഫ്രീക്വൻസി എനർജി പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. ദെൻ മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ പൾസസ് യൂസ് ചെയ്യുക. ഫോട്ടോ ഡൈനാമിക് വർക്കിംഗ് ആക്ടിവേഷൻ, ഹൈ പ്രഷർ കൊടുക്കുക, തിൻ ഫിലിംസ് ഉപയോഗിച്ച് എയർ ടൈറ്റ് ആയിട്ട് പാക്കേജ് ചെയ്യുക, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്, വാക്വം ഗ്യാസ് പാക്കേജിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, എസെപ്റ്റീവ് പാക്കേജിങ് യൂസ് ചെയ്യുക, ഫുഡ് മൈക്രോ സ്ട്രക്ചർ, അതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്താണ് ഫിസിക്കൽ ഹർഡിൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഫിസിക്കൽ കെമിക്കൽ ഹർഡിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ലോ pH, റിഡോസ് പൊട്ടൻഷ്യൽ പോലുള്ള കാര്യങ്ങൾ, സാൾട്ട് ആഡ് ചെയ്യുക, നൈട്രേറ്റ് പോലുള്ള കോമ്പൗണ്ടുകൾ ആഡ് ചെയ്യുക, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ പോലുള്ള, ഓസോൺ പോലുള്ള കോമ്പൗണ്ടുകൾ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചും അത് എന്താണ് അതിന് ഒരു അൺഫേവറബിൾ കണ്ടീഷനായിട്ട് മാറ്റുക, കാർബൺ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ ആക്കുക. ഇൻഓർഗാനിക് ആസിഡ്സ്, ലാക്റ്റിക് ആസിഡ്, ലാക്റ്റേറ്റ്, അസറ്റിക് ആസിഡ് തുടങ്ങിയ കാര്യങ്ങൾ, അസ്കോറിക് ആസിഡ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക. സൾഫേറ്റ് ആഡ് ചെയ്യുക. സ്മോക്കിംഗ് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാൾട്ടിങ്, സ്മോക്കിങ് പോലുള്ള ഉണ്ട്. അതുപോലെ ഫോസ്ഫേറ്റ്സ്, കീലേറ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യുക. പിന്നെ സർഫസ് ട്രീറ്റ്മെൻറ്റ് ഏജൻസ് ആയ അതിനോട് പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് ക്ലീൻ ചെയ്യുക. ദെൻ മെലിയാഡ് റിയാക്ഷൻ പ്രോഡക്ട്സ്, സ്പൈസസ്, ഹെർബ്സ് പോലുള്ള മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈസസ്, ഹെർബ്സ് ഒക്കെ യൂസ് ചെയ്യുക. ലൈസോസൈം പോലുള്ള എൻസൈംസ് യൂസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഫിസിക്കോ കെമിക്കൽ ഹർഡിൽസ് എന്ന് പറയുന്നത്. ദെൻ മൈക്രോബിയലി ഡിറൈവ്ഡ് ഹർഡിൽസ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് ആയിട്ട് അതിനകത്ത് ഏത് ബാക്ടീരിയൽ കോമ്പൗണ്ടാണോ ഉള്ളത് അതിനെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഫേവറബിൾ ആയിട്ടുള്ള ബാക്ടീരിയസിന്റെ പോപ്പുലേഷൻ നമ്മൾ കൾച്ചർ അതിനകത്ത് ആഡ് ചെയ്യുക. പ്രൊട്ടക്റ്റീവ് കൾച്ചേഴ്സ് ആഡ് ചെയ്യുക. ബാക്ടീരിയസൈഡ്സ്, ആന്റിബയോട്ടിക്സ് ഒക്കെ ആഡ് ചെയ്യുക. ദെൻ മോണോലൂറിൻസ്, ഫാറ്റി ആസിഡ്സ്, കൈറ്റോസ് ആൻഡ് ക്ലോറിൻ പോലുള്ള സബ്സ്റ്റൻസസ് നമ്മൾ ആഡ് ചെയ്യുക. ഇത് മറ്റ് മിസ്ലേനിയസ് ആയിട്ടുള്ള ഹർഡിൽസ് ആയിട്ട് നമുക്ക് പറയാം. സോ ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓരോ ഹർഡിൽസ് യൂസ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാതിരിക്കും. അതിന് ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ മതി. പിന്നെ അടുത്ത എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത് മോയ്സ്ചർ അല്ലെങ്കിൽ എക്സ്പാൻഷബിൾ ആയിട്ടുള്ള കമ്പോണൻസിനെ കണ്ടിന്യൂസ് പ്രോസസ് വഴി അതിനൊരു പ്ലാസ്റ്റിസൈസ്ഡ് കണ്ടീഷനിൽ, കുക്ക്ഡ് കണ്ടീഷനിൽ നമ്മൾ മെക്കാനിക്കൽ ഷിയറും ഹൈ പ്രഷറും ടെമ്പറേച്ചറും കൊടുത്തെടുക്കുന്നതിനാണ് നമ്മളെന്താണ് ഒരു സ്പെസിഫിക് സ്ട്രക്ചറിലേക്ക് മാറ്റിയെടുക്കുന്നതിനാണ് നമ്മൾ എക്സ്ട്രൂഷൻ എടുക്കുന്നത്. എക്സ്ട്രൂഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജി യൂസ്, തെർമൽ എനർജി യൂസ് ചെയ്യും. ഫീഡ് ഇൻഗ്രീഡിയൻസ് നമ്മളെന്താണ് ഫോഴ്സ് ചെയ്ത് അതിന് കമ്പൗണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് എന്താണ് നമ്മൾ അതിനെ ഒരു ഫിസിക്കൽ ചേഞ്ച് ചെയ്ത് എന്താണ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കും. ഇതൊരു എക്സ്ട്രൂഡറിന്റെ വ്യൂ, ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. നമ്മൾ ഫീഡർ ഹോപ്പർ വഴി ഫീഡ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് ഗിയർ ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച് ആ സ്ക്രൂ പോലുള്ള സാധനം സ്ട്രക്ചർ തിരിയുന്നു. അതുവഴി എന്താണ് ഫ്രണ്ടിലേക്ക് പോകുന്നു. തെർമൽ കപ്ലർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അവിടെ വെച്ച് ഇത് ഹീറ്റ് ആവുന്നു. അതിനുശേഷം എന്താണ് ഇത് ജോയിന്റ് ആയി മിക്സ് ആയ സാധനം ഈ മീറ്ററിംഗ് സെക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഡൈ എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ പോർഷൻ ആയിരിക്കും. അവിടെ ഒരു ഹോൾ കാണും.
സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്ചാർജ് ചെയ്യുന്ന തെർമോകപ്പിളറാണ്. അവിടെ എന്താണ്, അവിടെ വരുമ്പോൾ ഹൈ പ്രഷർ കൊടുത്തിട്ട് ഈ സാധനത്തെ പുറത്തേക്ക് തള്ളുന്നു. അവിടെ ഏത് ഷേപ്പാണുള്ള ആ ഷേപ്പിൽ നമുക്കിതിനെ പുറത്തേക്ക് ഇട്ടുകയും അതാണ് എക്സ്പാൻഡ് ചെയ്തുള്ള കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്യും. കാരണം ഹൈ പ്രഷറിലേക്ക് സാധനം പുറത്തേക്ക് വരുമ്പോൾ എന്തായാലും എക്സ്പാൻഡ് കണ്ടീഷൻ ആയിരിക്കും. പുറത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും, ഇത് ഡ്രൈ ആയിട്ട് എന്താണ് അല്ലാത്ത കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്യും. ദെൻ എക്സ്ട്രൂഷൻ കുക്കിംഗ് എന്ന് പറയുന്നത്, സോ എക്സ്ട്രൂഷൻ കുക്കിംഗ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ചെയ്യുന്ന മെത്തഡോളജിയാണ്. ഇതിനകത്ത് മേജറായിട്ടും സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ഹൈ ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റെറിലൈസ്ഡ് കണ്ടീഷൻ ആവും. പിന്നെ എക്സ്പാൻഷൻ, ഇതിനകത്ത് കൊണ്ടുവരുന്ന കമ്പോണന്റ് എന്താണ്, ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാം എക്സ്പാൻഡ് ചെയ്യും. ദെൻ ഡീഹൈഡ്രേഷൻ, ഇതിനകത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചറാണ് യൂസ് ചെയ്യുന്നത്, അത് പുറത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും, അതിനകത്തുള്ള വാട്ടർ കമ്പോണന്റുകളെല്ലാം എന്താണ് ഫുള്ളായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോകാൻ കാരണമാകും. ഇതുപോലെ എക്സ്ട്രൂഡറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടും. ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതാണ് പുതിയൊരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് തന്നെ അത് നിലനിൽക്കുകയും ചെയ്യും. ദെൻ ഏകദേശം 120 to 175 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 സെക്കൻഡാണ് ഇതിനകത്ത് എന്താണ് കുക്ക് ചെയ്യുന്നത്, മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സ്ക്രൂ ഉള്ള ബാരൽ ടൈപ്പ് ആയിട്ടുള്ള എക്സ്ക്ലൂഡർ ഉണ്ട്. അപ്പം എന്താണ് ഒരു സൈഡിൽ കൂടെ എന്താണ് പ്രഷർ കൊടുക്കുകയും മറ്റേ സൈഡ് വഴി ഡൈ വഴി ഇത് ഹൈ പ്രഷറിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. സോ എക്സ്ക്ലൂഡർ മൂന്ന് തരത്തിലുണ്ട്. പിസ്റ്റൺ എക്സ്ക്ലൂഡർ ഉണ്ട്. ഒരു സൈഡിൽ പിസ്റ്റൺ വഴി പ്രഷർ ചെയ്യുന്നു, മറ്റേ സൈഡ് വഴി എന്താണ് ഇത് മിക്സ് ആയിട്ട് കൺവെയർ വഴി എന്താണ് പുറത്തേക്ക് ട്രേ വഴിയോ ഇത് പ്രോസസ്സറായിട്ടുള്ള എമൗണ്ട് ഫുഡ് പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. രണ്ട് റോളർ എക്സ്ട്രൂഡറാണ്. ഇത് രണ്ട് റോളറുണ്ട്, അത് കൗണ്ടറായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സെയിം സ്പീഡായിരിക്കും, ചിലപ്പോൾ ഡിഫറൻഷ്യൽ സ്പീഡായിരിക്കും. ഇതിൻ്റെ ഇടയിലേക്കായിരിക്കും ഈ മിക്സർ വരുന്നത്. ഇത് മാവ് ഇൻഡസ്ട്രി പോലുള്ള സാധനങ്ങൾ, നമ്മൾ അരിമാവൊക്കെ പൊടിക്കത്തില്ലേ, അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനാണ് ഈ റോളർ എക്സ്പോർട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ സ്ക്രൂ എക്സ്പോർട്ടർ ഉണ്ട്. ഇത് സിംഗിൾ സ്ക്രൂ ഉള്ളതും മൾട്ടിപ്പിൾ സ്ക്രൂ ഉള്ളതും ട്വിൻ സ്ക്രൂ ഉള്ളതായിട്ടുള്ളത്. ഇതൊരു ക്യാബിനായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാരലായിരിക്കും, ക്യാബിനറ്റ് ആയിരിക്കും. ഇതിനകത്തേക്ക് എന്താണ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്ക്രൂവിൻ്റെ ഇടയിലായിരിക്കും ഫുഡ് മെറ്റീരിയൽ വരുന്നത്. അത് അവിടെ കിടന്ന് ഗ്രൈൻഡ് ആയിട്ട് എന്താണ് ഈ പറയുന്ന ഡൈ വഴി എന്താണ് പ്രഷറൈസ് ചെയ്ത് പുറത്തേക്ക് വരും.